ഹലോ ഹായ്, ഞാൻ Thesnim Azeez. ഇന്ന് പെരുന്നാളാണ്. ഞാനിത് വ്ളോഗ് ഇടുമ്പോഴേക്ക് പെരുന്നാൾ കഴിഞ്ഞിട്ടുണ്ടാവും. പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോൾ ഫെസ്റ്റിവൽസ് എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടാനും എല്ലാവരും സന്തോഷിക്കാനും ഉള്ള ഒരു ദിവസമാണല്ലേ. പക്ഷേ ഇപ്പോഴത്തെ ഈ കൊറോണ കാരണം ഒന്നും നടക്കുന്നില്ല. ഇവിടെ എൻ്റെ മക്കൾ പോലും എൻ്റെ കൂടെ വന്നിട്ടില്ല. ഒരാൾ ബാംഗ്ലൂർ, ഒരാൾ ദുബായിലൊക്കെ ആയിട്ട് അവരും കൂടെ ഇല്ല. ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തൊട്ടടുത്താണ് ബ്രദറെ വീട്, അനിയൻ്റെ വീട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു രണ്ടുപേരും ഒറ്റയ്ക്ക് പെരുന്നാൾ ഉണ്ടാക്കുന്നതിൽ നല്ലത് അവരുടെ അടുത്ത് പോയിട്ട് അവിടെ കൂടെ പെരുന്നാളെന്ന് വിചാരിച്ചു. പണ്ടൊക്കെ പറഞ്ഞാൽ പെരുന്നാൾ എന്ന് പറയുമ്പോഴേക്കും എൻ്റെ തലേദിവസം പോയിട്ടൊരു മൈലാഞ്ചി പറിക്കാനൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ എന്താ പറയുക, ഭയങ്കര സന്തോഷം. അങ്ങനെ വെറുതെ അങ്ങനെ പണ്ടൊന്നും അങ്ങനെ എപ്പോഴൊന്നും ഞങ്ങളൊന്നും പുറത്ത് വിടില്ല. കുട്ടികളാകുമ്പോഴേ ഒറ്റയ്ക്കൊന്നും പോകാൻ സമ്മതിക്കില്ല. അപ്പോൾ പെരുന്നാളിൻ്റെ തലേ ദിവസം നമുക്കൊന്ന് പുറത്ത് പോവാം, മൈലാഞ്ചി പറിക്കാൻ പോവാം. ഞാനും അനിയത്തിയൊക്കെ ഒന്നിച്ച് പോകും. ഒരു ബാസ്ക്കറ്റ്, ഒരു കൊട്ടയൊക്കെ എടുത്തിട്ട് വീട്ടിൽ ഹെൽപ്പ് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ കൂടെ വിട്ടിട്ടുണ്ടാവും. എന്നാലും അന്ന് പോയിട്ട് ആ മൈലാഞ്ചി പറിക്കുന്നതിൻ്റെയൊക്കെ ഒരു സന്തോഷം. എന്നിട്ട് മൈലാഞ്ചി പറിച്ചുകൊണ്ട് അന്ന് ആ മൈലാഞ്ചിയൊക്കെ ഇങ്ങനെ ഇട്ട് എന്താ പറയുക, നടുവിൽ മാത്രമാണ് ഇടുക, പിന്നെ ഇങ്ങനെ ഒരു തൊപ്പി പോലെ വെച്ച്, അതായിരുന്നു മൈലാഞ്ചി. എന്താണ് അതിൻ്റെയൊക്കെ ഒരു സന്തോഷം എന്നറിയാം. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ കുറേ വലുതായി കഴിഞ്ഞപ്പോഴേ മക്കളൊന്നും കൂടെ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ അത്ര വലിയൊരു സന്തോഷമൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. സത്യം പറഞ്ഞാൽ ഇന്നത്തെ പെരുന്നാളിന് ഉമ്മ അടുത്താണ്, ഉമ്മാനെ പോയി കാണണം. അതാണ് പിന്നെ ആകെയുള്ളൊരു സന്തോഷം. കണ്ണൂരിലെ എല്ലാ നാട്ടിലാണ് ഉള്ളത്. ഇതാണ് അനിയൻ്റെ വീട്. നല്ല വീടാണ് കേട്ടോ. നല്ല പച്ചപ്പൊക്കെ ഉണ്ടായിട്ട് നല്ലൊരു നല്ല പ്ലാൻ. ഞാൻ കുറേ പേര് എൻ്റെ അടുത്ത് ഈ ബിരിയാണി ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കൂടെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കി അപ്പുറത്ത് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ചിക്കൻ ദം ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കറക്റ്റ് അളവാണ്, ഇതേപോലെ ഉണ്ടാക്കുന്നത് കറക്റ്റായിട്ട് വരും. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പകുതി മതിയെങ്കിൽ കറക്റ്റ് ഇതിനെ അങ്ങ് ഡിവൈഡ് ചെയ്തിട്ട് പകുതി എടുത്തിട്ട് ചെയ്താൽ മതി. ആദ്യം നമുക്ക് ചിക്കൻ മസാല ഉണ്ടാക്കാം. ചിക്കൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് 3/4 കപ്പിൻ്റെ ഇടയിലായിട്ട് വെളിച്ചെണ്ണ വേണം. അപ്പം നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി വെളിച്ചെണ്ണ മാത്രമായിട്ട് ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് നെയ്യ് ചേർക്കാം. അതേപോലെ വനസ്പതി കുറച്ച് ചേർക്കാം, സൺഫ്ലവർ ഓയിൽ കുറച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 7 സവാള, മീഡിയം സവാള നീളത്തിൽ കനം കുറച്ച് മുറിച്ചത് നന്നായിട്ട് വഴന്ന ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർക്കാം. 3 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക് ചതച്ചത് ഒരു 12 പച്ചമുളക് ചതച്ചത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിലേക്ക് ഈ തക്കാളി ചേർക്കാം. 4 തക്കാളി സ്ലൈസ് ചെയ്തത്. ആവശ്യത്തിന് ഉപ്പ്. രണ്ട് വലിയ ചെറുനാരങ്ങയിൽ നിന്നുള്ള ജ്യൂസ് വേണം. ഒരു 3/4 ഭാഗത്തോളം ഒഴിച്ചു. മല്ലിയില, പുതിനയില. ഇതിലേക്ക് 1 കിലോ ചിക്കൻ നന്നായിട്ട് ഇളക്കാം. ഒന്നര ടീസ്പൂൺ ഗരം മസാല പൗഡർ, അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുക. തൈര് ചേർക്കുന്നില്ല. തൈര് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ ജ്യൂസ് ഇത്രയും ചേർക്കേണ്ട ആവശ്യമില്ല. തൈര് ചേർക്കണം എന്നുള്ളവർ ചെറുനാരങ്ങ ജ്യൂസ് കുറച്ചിട്ട് തൈര് ചേർത്താൽ മതി. തൈര് ചേർക്കുമ്പോൾ മസാലയിൽ കൂടുതൽ വെള്ളം വരും, പിന്നെ അത് വറ്റിക്കാനുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൈര് ചേർക്കുന്നില്ല. ഉപ്പെല്ലാം നോക്കുക. ഇനി അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഇത് കുക്ക് ചെയ്തെടുക്കാം. സ്റ്റവ് ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. ചെറിയ തീയിൽ മസാലയിൽ ചിക്കൻ നന്നായിട്ട് കുക്കാവട്ടെ. അപ്പോഴേക്കും നമുക്കിവിടെ ചോറുണ്ടാക്കാം. 1 കിലോ ചിക്കനാണ്. അപ്പോൾ ഏകദേശം 1 കിലോ റൈസ്, അതായത് 5
കപ്പ് റൈസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 5 ലിറ്റർ കുക്കർ വേണം. കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ഒരു 4-5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കണം 1 കിലോ അരിയാകുമ്പോൾ. ഇനി പകുതി നെയ്യും പകുതി വെളിച്ചെണ്ണ പകുതി സൺഫ്ലവർ ഓയിൽ അങ്ങനെയൊക്കെ ചേർക്കാറുണ്ട്. അങ്ങനെ ചേർക്കാൻ താല്പര്യമാണെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാൻ വെറും നെയ്യിലാണ് ചെയ്യാറുള്ളത്. വലിയൊരു സവാളയുടെ ഒരു 1/4 ഭാഗം സവാള. ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കിയാൽ മതി, അല്ലാതെ ഇത് കളറ് മാറരുത്, ചോറിൻ്റെ കളറ് മാറില്ല. ഇതിലേക്ക് 5 കപ്പ് അരി കഴുകി വെള്ളം കളഞ്ഞ് വെച്ചതാണ്. 1 കപ്പിന് 1.5 കപ്പ് വെള്ളമാകുമ്പോൾ 7.5 കപ്പ് വെള്ളമുണ്ട്. 2 കഷ്ണം പട്ട, 4 ഏലക്ക കൈ കൊണ്ടൊന്നിങ്ങനെ മുറിച്ചിട്ട് പൊട്ടിച്ചിട്ട് ഇട്ടേക്കാം. നല്ല മഴയത്തെയാണ് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ. മഴയുടെ സൗണ്ട് ഇതിലേക്ക് കയറുന്നുണ്ട്. കുറേശ്ശെ ഡിസ്റ്റർബൻസ് ആവണില്ല എന്ന് വിചാരിക്കുകയാണ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ മതി. ഗ്രാമ്പു ഒരു ചെറിയ ഗ്രാമ്പു ആണെങ്കിൽ 4 എണ്ണം, അല്ലെങ്കിൽ ഒരു 5-6 എണ്ണം വരെ ചേർക്കും. കുറച്ച് മല്ലിയില പുതിനയില ചെറുതാക്കി മുറിച്ച് ഏകദേശം ഒരു 1/4 കപ്പ് ചേർക്കാം. 2 പച്ചമുളക്, ഉപ്പ് ആവശ്യത്തിന്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ ജ്യൂസ്. ഇത് പിന്നെ വലിയ നിർബന്ധമുള്ള കാര്യമല്ല. ക്യാരറ്റ്, ഞാൻ വെറുതെ ഒരു ക്യാരറ്റ് ചെറുതാക്കി മുറിച്ച് ചേർക്കുക. അടച്ചു വയ്ക്കുക. ഒരു സ്റ്റീം വരുമ്പോൾ ഓഫ് ആക്കുക. അപ്പോഴേക്കും നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ടാവും. ചിക്കനിൽ ഇതുപോലെ കുറേ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു 1/2 കപ്പ് എടുത്ത് മാറ്റാം. അപ്പോൾ നമുക്കത് ചോറിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ഫ്ലേവറായിരിക്കും. ചിക്കൻ ആയിട്ടുണ്ട്, ഓഫ് ചെയ്യാം. നമുക്ക് ദം ചെയ്യാം റൈസും കൂടെ ആയിട്ട്. ഒരു പ്രഷർ വന്നു, ഇനി ഓഫ് ആക്കാം. പ്രഷർ പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ദം ചെയ്യാം. പ്രഷർ പോയി. നല്ല വൃത്തിയായിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ചോറ് കോരിയിടാം. ഈ ദം ചെയ്യുന്ന സമയത്ത് എൻ്റെ ഉമ്മ ചെയ്തിരുന്ന, ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ ചെയ്തിരുന്ന ഒരു ടിപ്പ് ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് പറയാം. അത് ചെറിയ കുട്ടികളുള്ള വീട്ടിൽ നല്ല ഉപകാരമായിരിക്കും. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു ഇറച്ചി മസാലയിൽ നിന്ന് 1/2 കപ്പ് എടുത്ത് വെച്ചിരുന്നില്ലേ, ഇത് ലൈം ജ്യൂസിൽ കുറച്ച് ബിരിയാണി കളർ ചേർത്തതാണ്. ബിരിയാണി കളർ താല്പര്യമില്ലെങ്കിൽ കളർ വേണ്ട, ചെറുനാരങ്ങ മാത്രമായിട്ട് ഒഴിച്ചാൽ മതി. കുറച്ച് പുതിനയില, മല്ലിയില. കുറച്ച് നെയ്യ്, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ മുകളിൽ സ്പ്രെഡ് ചെയ്യാം. അടച്ചു വെച്ച് ഇതൊന്ന് ചെറിയ തീയിൽ ഇവിടെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നല്ല ചൂടാവുന്ന വരെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ചെറിയ തീയിലായിരിക്കണം. അപ്പോൾ അതാ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. പണ്ടൊക്കെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ മൈലാഞ്ചി ഇട്ട്, പുതിയ കുപ്പായിട്ട്, പുതിയ ചെരുപ്പിട്ട്, പുതിയ വളയും മാലയൊക്കെ ഇട്ട് ഉപ്പാൻ്റെ അടുത്ത് നിന്ന് പെരുന്നാൾ പൈസ വാങ്ങിയിട്ട് നേരെ ഓടും വല്യമ്മാൻ്റെ അടുത്ത് പെരുന്നാൾ പൈസക്ക്. അതൊക്കെ ഒരു രസമായിരുന്നു. എന്നിട്ട് വല്യമ്മാൻ്റെ അടുത്ത് പോയിട്ട് അവിടുന്ന് പായസമൊക്കെ കുടിച്ച് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വരും. എന്നിട്ട് ബിരിയാണി കഴിച്ച് കഴിയുമ്പോഴേക്ക് കസിൻസ് എല്ലാം വരും. പിന്നെ തറവാട്ടിലൊരു കളിയാണ്, ഒരു കളിച്ച് തിമിർക്കുക എന്നൊക്കെ പറയണത് അതാണ്. എൻ്റെ ചെറുപ്പകാലത്തുള്ള പെരുന്നാളെല്ലാം എനിക്ക് നല്ല പെരുന്നാൾ ഓർമ്മകളാണുള്ളത്. നല്ല രസമായിരുന്നു എല്ലാവരും കൂടിയിട്ട്. അന്നൊക്കെ പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര രസമായിരുന്നു. കാത്തിരിക്കും പെരുന്നാൾ വരെ.
ബ്രദറെ പരിചയപ്പെടുത്താം. ഏട്ടൻ്റെ മോനൊക്കെ ഉണ്ട്, എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. ഇത് ഹസ്ബൻഡ് അനിയനാണ് അഷ്റഫിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഓർത്തോ ഡോക്ടറാണ് MES മെഡിക്കൽ കോളേജിൽ. അടുത്തിരിക്കുന്നത് മുസ്തഫ, ഡോക്ടർ മുസ്തഫ, ഹസ്ബൻഡ് ഏട്ടൻ്റെ മോനാണ്. പിന്നെ സൈക്യാട്രിസ്റ്റാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വ്ളോഗിലുണ്ടായിരുന്നു, വൈഫുണ്ടായിരുന്നു ആശയുടെ ഹസ്ബൻഡാണ്. ഇത് അഷ്റഫിൻ്റെ ചെറിയ മോനാണ്. ഇവനാണ് ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ഉള്ളൊരു കമ്പനി. ഇതാണ് അഷ്റഫിൻ്റെ മോളാണ്, അനിയൻ്റെ മോളാണ്. MBBS പഠിക്കുകയാണ്. ദിയ, അഷ്റഫ്, പിന്നെ ജെസ്സി അനിയൻ്റെ വൈഫാണ്. ഇടയ്ക്ക് എൻ്റെ കൂടെ വ്ളോഗിൽ വരാറുള്ള ആളാണ്. ഇപ്പം ഇനി ഞങ്ങൾ കഴിക്കട്ടെ. പണ്ട് ഞങ്ങൾ ചെറുതാകുമ്പോഴേ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ബിരിയാണി മസാലയുടെ മുകളിൽ മസാല ആയതിന് ശേഷം ഇപ്പോൾ ഒരു ക്ലോത്ത് വയ്ക്കും, നല്ല നേരിയതായിട്ടുള്ള ഒരു തുണിയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് റൈസ് ഇടുക. കാരണം ഞങ്ങൾക്കൊക്കെ റൈസ് മാത്രം കഴിക്കാൻ, മസാല അധികം കഴിക്കാൻ ഇഷ്ടമില്ല, ചെറിയ കുട്ടികളല്ലേ, അങ്ങനെയല്ല. എന്നിട്ട് അപ്പോൾ ഈ നേരിയ തുണി ആയതുകൊണ്ട് നന്നായിട്ട് ആവിയിലേക്ക് കയറുകയും ചെയ്യും, ചോറൊക്കെ നന്നായിട്ട് ആ ഫ്ലേവർ വന്നിട്ടുണ്ടാകും. പക്ഷേ ആ മസാലയിൽ കുഴഞ്ഞിരിക്കില്ല. അപ്പം ഞാൻ എൻ്റെ മക്കൾ ചെറുതായപ്പോഴും ഞാൻ അങ്ങനെ തന്നെയായിരുന്നു ചെയ്തത്, ഒരു ക്ലോത്ത് വെച്ച്. പക്ഷേ അത് പിന്നെ കുട്ടികൾ വലുതായി ഇപ്പോഴും ചെയ്യുന്നില്ല കേട്ടോ. കുട്ടികൾ വലുതായി കഴിയുമ്പോൾ നമുക്കത് മാറ്റാം. അതൊരു ടിപ്പാണ് കേട്ടോ. ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. മസാലയുള്ള ചോറ് കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ലല്ലോ, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. എൻ്റെ ക്ലാസ്സസ് നടക്കുന്നുണ്ട്. ക്ലാസ് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസ് നടക്കുന്നുണ്ട്. എല്ലാ വേൾഡിൽ എവിടെയുള്ള പഠിക്കാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓൺലൈൻ വീഡിയോ ക്ലാസ്സാണ്. അടുത്തൊരു വീഡിയോയിൽ നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം.